പക്ഷെ ഇത്തവണ നമ്മൾ ചെയ്യാൻ പോകുന്ന പാറ്റേൺ ഇതുവരെ ആരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കാത്ത ഒരു പാറ്റേൺ ആയിരിക്കും. സാറ്റർഡേ മുതൽ ആ ഒരു ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. കണ്ടിന്യൂസ് 15 ഡേയ്സ് നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് റെഡി ആണെങ്കിൽ മാക്സിമം 5 kg വരെ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ചുമ്മാ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നതെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. കാരണം നമ്മുടെ ചാലഞ്ച് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ മാക്സിമം റിസൾട്ട് കിട്ടാറുണ്ട്. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പൊ നമ്മൾ ഈ ഒരു ഓഗസ്റ്റ് മന്ത് തുടങ്ങിയത് തന്നെ ഒത്തിരി പ്രൊഡക്റ്റീവ് ആയിട്ടാണ് അല്ലേ. നമ്മളൊരു 3 ഡേയ്സ് ഡീടോക്സ് ചലഞ്ച് ചെയ്തു, ഫ്രൈഡേ, സാറ്റർഡേ ആൻഡ് സൺഡേ. അപ്പൊ അതിനകത്ത് നമ്മളൊരു ടാർഗറ്റ് വെയിറ്റ് ലോസ് ഫിക്സ് ചെയ്തിരുന്നത് 3 kg ഇൻ 3 ഡേയ്സ് എന്നായിരുന്നു. അപ്പൊ 2 kg വരെ റെഡ്യൂസ് ചെയ്ത ആളുകളുണ്ട്. നമുക്ക് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ എനിക്ക് വാട്സപ്പ് മെസ്സേജസും ഒക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്തവർക്കൊക്കെ തന്നെ നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം നമ്മളൊരു 1 വീക്ക് റെസ്റ്റ് എടുത്തു. അതിനുശേഷം നമ്മളിപ്പോൾ വീണ്ടും ഒരു ചാലഞ്ച് തുടങ്ങാനായിട്ട് പോവാണ്. ഇത് ഒരു 15 ഡേയ്സ് ചാലഞ്ചാണ്. അപ്പൊ ഈ ഒരു ചാലഞ്ച് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ്. പക്ഷെ യൂഷ്വലി നമ്മൾ ചെയ്യുന്ന ഒരു പാറ്റേണിന് ഡിഫറെന്റ് ആയിട്ടാണ് ഇത്തവണ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. യൂഷ്വലി നമ്മൾ എങ്ങനെയാണ് ചെയ്യാറ്? 8-16 പാറ്റേൺ, 10-14 പാറ്റേൺ, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ നിങ്ങളൊക്കെ തന്നെ IF ഫോളോ ചെയ്യുന്നവരായിരിക്കും. പക്ഷെ ഇത്തവണ നമ്മൾ ചെയ്യാൻ പോകുന്ന പാറ്റേൺ ഇതുവരെ ആരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കാത്ത ഒരു പാറ്റേൺ ആയിരിക്കും. ഒരുപാട് പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫോമാറ്റ് ആണ് ഈ ഒരു 2 വീക്സിലേക്ക് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഒരുപാട് റിസർച്ചും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അതുപോലെ തന്നെ മാക്സിമം റിസൾട്ട് കിട്ടാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് നമ്മൾ ഇത്തവണ ചെയ്യാനായിട്ട് പോകുന്നത്. പക്ഷേ ഞാൻ ആ സർപ്രൈസ് ഞാനിപ്പോൾ പറയുന്നില്ല. ഏത് രീതിയിലായിരിക്കും നമ്മൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാനായിട്ട് നിങ്ങൾ ഫ്രൈഡേ വരെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഫ്രൈഡേ ആയിരിക്കും നമ്മുടെ ചാലഞ്ചിന്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഡയറ്റ് പ്ലാനും നിങ്ങൾ എന്തൊക്കെ ചെയ്യണം ചെയ്യേണ്ട എന്നൊക്കെയുള്ള കാര്യങ്ങളായിട്ട് ഞാൻ വരാനായിട്ട് പോകുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. ഇനി വരുന്ന 15 ഡേയ്സ്, അതായത് വെള്ളിയാഴ്ച വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാറ്റർഡേ മുതൽ ആ ഒരു ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. കണ്ടിന്യൂസ് 15 ഡേയ്സ് നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് റെഡി ആണെങ്കിൽ മാക്സിമം 5 kg വരെ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ചുമ്മാ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നതെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. കാരണം നമ്മുടെ ചാലഞ്ച് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ മാക്സിമം റിസൾട്ട് കിട്ടാറുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് മാക്സിമം റിസൾട്ട് കിട്ടുന്ന ഒരു ചാലഞ്ച് ആയിരിക്കും ഇതും. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു തരുന്ന ഗൈഡൻസും അതുപോലെ തന്നെ ഡയറ്റ് പ്ലാനും ഒക്കെ അതേപടി ഫോളോ ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഒരു 15 ഡേയ്സ് കഴിഞ്ഞാൽ നമുക്ക് വരാനായിട്ട് പോകുന്നത് ഓണമാണ്. അപ്പൊ ഓണത്തിനൊന്ന് ട്രിം ഡൗൺ ആയിട്ട് പോകാൻ താല്പര്യമുള്ളവർക്കൊക്കെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ഫാമിലി സർക്കിളിനും. അങ്ങനെ നിങ്ങൾ ഒരുപാട് സെലിബ്രേഷനും കാര്യങ്ങളും ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും ഓണത്തിലേക്ക്. അപ്പൊ ഓണം ആവുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചാലഞ്ചിലൂടെ നമുക്കൊന്ന് ട്രിം ഡൗൺ ആവാം. പിന്നെ ഈ ഒരു ചാലഞ്ചിനെ പറ്റി ജസ്റ്റ് ഒരു ഇൻട്രോ തരാനാണെങ്കിൽ കുറച്ച് ചലഞ്ചിങ് ആയിരിക്കും ഈ ഒരു 15 ഡേയ്സ് ഫിനിഷ് ചെയ്യാനായിട്ട്. കുറച്ച് പേർക്കെങ്കിലും അതൊരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആയിരിക്കും. പക്ഷെ അങ്ങനെയുള്ള ആളുകൾക്ക് പോലും ചെയ്യാനായിട്ടുള്ള ഓൾട്ടർനേറ്റീവ് വേ ഈ ഒരു ചലഞ്ചിൽ തന്നെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും തന്നെ ഇത് ഫിനിഷ് ചെയ്യാവുന്നതേ ഉള്ളൂ. കുറച്ചൊരു ഡെഡിക്കേഷനും ഹാർഡ് വർക്കും പിന്നെ ആ ഒരു മൈൻഡ് സെറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു 15 ഡേയ്സ് ചലഞ്ച് ഫിനിഷ് ചെയ്യാവുന്നതേ ഉള്ളൂ. മാക്സിമം 5 kg വരെ ലോസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓണത്തിന് നമുക്ക് നല്ല അടിപൊളിയായിട്ട് സെലിബ്രേഷനിലൊക്കെ പങ്കെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. കാരണം ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതായത് നമ്മളെ പോലെയുള്ള ക്രിയേറ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ നമ്മളെ പോലെയുള്ള ക്രിയേറ്റേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ടും ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്നത് എന്താ പറയുക, നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇനി ഒരു 4000 സബ്സ്ക്രൈബേഴ്സും കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ 2 lakh ഫാമിലി ക്രോസ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ ആ ഒരു 4000 പേര് എവിടെയോ ഇരിക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കാം. അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നോക്കുക, സപ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓണത്തിനൊന്ന് ട്രിം ഡൗൺ ചെയ്ത് പോകാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുകയും ചെയ്യുക. നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഈ ഒരു ചാലഞ്ച് ഫിനിഷ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ വരുന്ന ഓഗസ്റ്റ് 15 വെള്ളിയാഴ്ചയ്ക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അന്നത്തെ ദിവസം ഡയറ്റ് പ്ലാനും ഗൈഡൻസും ഒക്കെ ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. സാറ്റർഡേ നിങ്ങൾക്ക് നിങ്ങളുടെ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് വെള്ളിയാഴ്ച കാണാം. ബൈ.